ഗസയിൽ അൽ ഖാസിം ബ്രിഗേഡിന്റെ വധശ്രമത്തിൽ നിന്നും IDF ചീഫ് രക്ഷപ്പെട്ടു എന്നതാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം പശ്ചിമേഷ്യയിൽ നിന്നും വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലാവി ഒരു വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവിട്ടത് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയയാണ്. വടക്കൻ ഗാസയിൽ ഫീൽഡ് അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വധശ്രമം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിരായുധനായ ഹലാവി രക്ഷപ്പെട്ടുവെങ്കിലും 888 മൾട്ടി ഡയമെൻഷണൽ യൂണിറ്റിലെ 4 പട്ടാളക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹാരറ്റ്സ് മീഡിയയാണ് അൽ ഖാസിം ബ്രിഗേഡ് ഹാലവിയെ ലക്ഷ്യം വെച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത്. പാശ്ചാത്യ മുഖ്യധാര മാധ്യമങ്ങളിൽ ഉൾപ്പെട്ട യൂറോ ന്യൂസ് പോലുള്ള പത്രങ്ങളുടെ അറബ് എഡിഷനിൽ ഈ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വാർത്താ മാധ്യമങ്ങളും ഹാരറ്റ്സിന്റെ ഹീബ്രു പതിപ്പിൽ വന്ന വാർത്തയായിരുന്നു ഉദ്ധരിച്ചിരുന്നത്. അതേസമയം ഈ വാർത്ത ഹാരറ്റ്സിന്റെ ഹീബ്രു പതിപ്പിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഹലാവിയെ ലക്ഷ്യം വെക്കാൻ സാധിച്ചിട്ടുണ്ടോ എങ്കിൽ ഇപ്പോഴും ഹമാസിന്റെ കയ്യിൽ നിയന്ത്രണങ്ങളുണ്ടെന്നും ഇസ്രായേൽ നീക്കങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് സ്ഥാപിക്കപ്പെടുന്നത്. കേണൽ എഹ്സാൻ ഡക്സയെ വധിച്ചതിലൂടെ ഫലസ്തീൻ റെസിസ്റ്റൻസ് ഗ്രൂപ്പിന്റെ പദ്ധതികളുടെ കൃത്യത തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഹമാസിന്റെ ശക്തമായ തിരിച്ചടിയിൽ 15 ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും അനേകം പട്ടാളക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായ വാർത്തയും ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഗസയുടെ വടക്കൻ ഭാഗത്തു നടന്ന ഓപ്പറേഷനിലാണ് വലിയൊരു തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചതെന്നാണ് ഹമാസ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ വഹിച്ചു കൊണ്ടുപോയ ഒരു വാഹനത്തിന് നേരെ നടത്തിയ അൽ യാസിൻ 105 ഷെല്ലാക്രമണത്തെ തുടർന്നും 15 ഇസ്രായേൽ പട്ടാളക്കാർ പാർത്തിരുന്ന ഒരു വീടിന് നേരെ തെർമോ ബാരിക് ഗ്രനേഡ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലുമാണ് ഇസ്രായേൽ സൈന്യങ്ങൾക്ക് ജീവനാശം സംഭവിച്ചതെന്നാണ് ഹമാസ് അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം തെക്കൻ ലബനാൻ പ്രദേശത്തെ മറൌൺ അൽ റാസ് പട്ടണത്തിന് നേരെയും മർക്കിയ സെറ്റിൽമെന്റിന് നേരെയും ലബനീസ് ഗ്രൂപ്പ് നടത്തിയ ശക്തമായ റോക്കറ്റ് ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും വാർത്ത വന്നിട്ടുണ്ട്. അധിനിവേശ ലബനീസ് നഗരമായ സഫദിന് നേരെയും ബാർ യോഹായി സെറ്റിൽമെന്റിന് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തുകയുണ്ടായി. ഇസ്രായേലിലെ പാൽമാച്ചിം എയർബേസിന് നേരെയും ടെല്ലവീവിന് നേരെയും റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായി. കൂടാതെ സെവലോൺ മിലിറ്ററി ഇൻഡസ്ട്രീസ് ബേസിന് നേരെയും ഹൈഫയ്ക്ക് നേരെയും ഹൈഫയ്ക്ക് വടക്കുള്ള ക്രയോട്ടിന് നേരെയും ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. അതുപോലെ ഇസ്രായേലിന്റെ എയ്റോ മിസൈൽ റിസർച്ച് സെന്ററിന്റെ ബേസിന് നേരെയും അതിന്റെ റഡാർ സംവിധാനത്തിന് നേരെയും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടന്നതായി അവകാശപ്പെടുന്നു. ടെല്ലവീവ് ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടെല്ലവീവിന്റെ പ്രാന്തപ്രദേശങ്ങളെ കൂടാതെ ഷാരോൺ, ഡാൻ എന്നീ സമീപ പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. അതുപോലെ വെള്ളിയാഴ്ച ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെ നടത്തിയ 30ഓളം റോക്കറ്റ് ആക്രമണങ്ങളിൽ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ചില റോക്കറ്റുകൾ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തുവെങ്കിലും പല റോക്കറ്റുകളും ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളിലും പതിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.